ചില എക്സൽ ഫോർമുലകൾക്കിടയിൽ ഒരു ഡോളർ സിംബൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എക്സലിൽ വർക്ക് ചെയ്യുന്ന തുടക്കക്കാർ പലപ്പോഴും ഇത്തരം ഫോർമുലകൾ കണ്ട് പകച്ചു നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് എക്സൽ ഫോർമുലകൾക്കിടയിൽ ഡോളർ സിംബൽ ഉപയോഗിക്കുന്നത്? ഈ ഡോളർ സിംബൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഈ ഡോളർ സിംബൽ ഉപയോഗിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം? ഈ വക കാര്യങ്ങളാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇത്തരം ഫോർമുലകളെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നമുക്കിന്ന് ക്ലിയർ ചെയ്യാം. വരൂ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇറ്റ് ഈസ് മീ ഷെരീഫ്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഷെരീസ് ബൈനറി കഫേ. എക്സൽ ഫോർമുലകളിൽ പ്രധാനമായും രണ്ട് തരത്തിലുള്ള സെൽ അഡ്രസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തത് റിലേറ്റീവ് അഡ്രസ്, രണ്ടാമത്തത് ആബ്സല്യൂട്ട് അഡ്രസ്. രണ്ട് അഡ്രസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് ഉദാഹരണ സഹിതം പരിശോധിക്കാം. ഇവിടെ ഷീറ്റ് 1-ൽ വളരെ ചെറിയൊരു ടാബിൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ കോഡ് നമ്പർ കാണാം, രണ്ടാമത്തെ കോളത്തിൽ ബേസിക് സാലറി, മൂന്നാമത്തെ കോളത്തിൽ അലവൻസ്, നാലാമത്തെ കോളത്തിൽ ടോട്ടൽ സാലറി നാം കണ്ടുപിടിക്കണം. ഇപ്പോൾ ഒന്നാമത്തെ ആളുടെ ടോട്ടൽ സാലറി കണ്ടുപിടിക്കാൻ വേണ്ടി അയാളുടെ ബേസിക് സാലറിയും അയാളുടെ അലവൻസും ആണ് നമ്മൾ കൂട്ടാൻ പോകുന്നത്. അപ്പോൾ ടോട്ടൽ സാലറി കിട്ടേണ്ട ഏത് കോളത്തിലാണോ ഡിസ്പ്ലേ ചെയ്യുന്നത്, ഏത് സെല്ലിലാണോ ഡിസ്പ്ലേ ചെയ്യുന്നത്, ആ സെല്ല് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈക്വൽ ടു സിമ്പിൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ബേസിക് സാലറി ആയ 3500 ക്ലിക്ക് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ പ്ലസ് സിമ്പിൾ അമർത്തുന്നു. ശേഷം അലവൻസ് ആയ 500 ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെയുള്ള ഫോർമുല നമുക്ക് കാണാം. ഈക്വൽ ടു B3 പ്ലസ് C3 എന്നാണ് ടോട്ടൽ സാലറി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അതായത് ബേസിക് സാലറിയും അലവൻസും തമ്മിൽ ആഡ് ചെയ്യുന്നു. അതിനുശേഷം കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 4000 എന്നുള്ള ടോട്ടൽ സാലറി അവിടെ നമുക്ക് കിട്ടി. ഒന്നാമത്തെ ആളുടെ ടോട്ടൽ സാലറി 4000 ആണ്. ഇനി ഈ ഫോർമുല ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് നമ്മൾ താഴേക്ക് ഫിൽ ചെയ്യാണ്. ഓക്കെ, മൗസ് പോയിന്റർ അവിടെ ബോക്സിന്റെ താഴെയുള്ള സ്ക്വയറിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്ത് എല്ലാവരുടെയും ടോട്ടൽ സാലറി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സെല്ലിൽ നമ്മൾ B3 പ്ലസ് C3 എന്നുള്ള ഫോർമുല നമ്മൾ അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റിമൈനിങ് മറ്റുള്ള സെല്ലിൽ നമ്മൾ ഫോർമുല ടൈപ്പ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആൻസർ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ താഴേക്ക് വരുന്തോറും ഫോർമുലക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പൊ ഒന്നാമത്തേതിലുള്ള ഫോർമുല കാണാൻ വേണ്ടി അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം B3 പ്ലസ് C3 ആണ് അവിടെയുള്ള ഫോർമുല. ഇനി താഴേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇക്വേഷൻ എന്താണ്? ഈക്വൽ ടു B4 പ്ലസ് C4 എന്നായിട്ടുണ്ട്. അതായത് നമ്മൾ കൊടുത്തത് B3 പ്ലസ് C3 എന്നാണ്. താഴേക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി B3 B4 ആയും C3 C4 ആയും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത കോളത്തിൽ എന്താ സംഭവിച്ചത്? B5 പ്ലസ് C5 എന്നായിട്ടുണ്ട്. നെക്സ്റ്റ് കോളത്തില് B6 പ്ലസ് C6, B7 പ്ലസ് C7, B8 പ്ലസ് C8, B9 പ്ലസ് C9. അതായത് നമ്മൾ ഫോർമുല താഴേക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിന്റെ സെൽ അഡ്രസ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന അഡ്രസ്സിനെയാണ് നമ്മൾ റിലേറ്റീവ് അഡ്രസ് എന്ന് പറയുന്നത്. ഇനി ചില അവസരങ്ങളിൽ ഫോർമുല താഴേക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് സെൽ റെഫറൻസ് മാറാതെ സൂക്ഷിക്കേണ്ടതായി വരാറുണ്ട്. ഒരു ഉദാഹരണം നമുക്ക് ഷീറ്റ് 2 നോക്കാം. ഷീറ്റ് 2 മറ്റൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാവരുടെയും അലവൻസ് 500 ആണ്. അതുകൊണ്ട് അത് കോമൺ ആയിട്ട് സെക്കൻഡ് റോയിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അലവൻസ് 500 എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ ആളുടെ ടോട്ടൽ സാലറി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ടോട്ടൽ സാലറി വേണ്ട സെല്ലിൽ ക്ലിക്ക് ചെയ്തു. ഈക്വൽ ടു ഒന്നാമത്തെ ആളുടെ ബേസിക് സാലറി ആയ 3500 സെലക്ട് ചെയ്തു, പ്ലസ് അലവൻസ് B2 എന്നുള്ള സെല്ലിനാണുള്ളത്, B2 സെലക്ട് ചെയ്തു. അപ്പൊ B5 പ്ലസ് B2 എന്നുള്ളതാണ് ഒന്നാമത്തെ ആളുടെ ടോട്ടൽ സാലറി. എൻ്റർ അടിച്ചു. ഓക്കെ, 3500ഉം 500ഉം ആഡ് ചെയ്തിട്ട് 4000 എന്നുള്ള ടോട്ടൽ സാലറി കിട്ടി. ആൻസർ കറക്റ്റ് ആണ്. ഇനി ഈ ഫോർമുല നമ്മൾ താഴേക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. രണ്ടാമത്തെ ആളുടെ സാലറി നോക്ക് നിങ്ങൾ. ടോട്ടൽ സാലറി ബേസിക് സാലറി 3900 മാത്രമേ അവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. ടോട്ടൽ സാലറിയും 3900 ആണ്. അതായത് അലവൻസ് എന്നുള്ള 500 അവിടെ ആഡ് ചെയ്തിട്ടില്ല. മൂന്നാമത്തെ ആളുടെ സാലറി ടോട്ടൽ സാലറിക്ക് എന്താ സംഭവിച്ചത്? അവിടെ ആൻസർ തന്നെ കാണാനില്ല, വാല്യൂ എന്നുള്ള ഒരു എറർ മെസ്സേജ് ആണ് വരുന്നത്. പിന്നെ നാലാമത്തെ ആളുടെ ടോട്ടൽ സാലറി നോക്ക്, 9000 ആണ് വരുന്നത്. ഇവിടെ ആക്ച്വലി വരുന്നത് 5500 ബേസിക് സാലറിയും അതിന്റെ കൂടെ അലവൻസ് ചേർത്താൽ 6000 ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ 9000 ആണ് കാണിക്കുന്നത്. അപ്പൊ എവിടെയോ നമുക്ക് പ്രോബ്ലം വന്നിട്ടുണ്ട്. എന്താണ് പ്രോബ്ലം എന്ന് കാണാൻ വേണ്ടി ഒന്നാമത്തെ ആളുടെ
ടോട്ടൽ സാലറി ഡബിൾ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് കാണാം B5ഉം B2 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റുമാണ്. രണ്ടാമത്തെ ആളുടെ ടോട്ടൽ സാലറി നോക്കുക. ഇവിടെ B6ഉം B3 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് അയാളുടെ ബേസിക് സാലറി ആഡ് ചെയ്ത് കറക്റ്റ് ആണ്, B6 തന്നെയാണ്. പക്ഷെ അലവൻസ് B3 എന്നുള്ളത് ഒരു empty കോളമാണ് അവിടെ ഉള്ളത്, ഒരു empty സെല്ലാണ് ഉള്ളത്. അതുകൊണ്ടാണ് അയാളുടെ ബേസിക് അലവൻസ് ആഡ് ചെയ്യപ്പെടാതിരുന്നത്. അടുത്ത മൂന്നാമത്തെ ആളുടെ ടോട്ടൽ സാലറിക്ക് എന്താ സംഭവിച്ചത്? അയാളുടെ ബേസിക് സാലറി 4200 ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ B4 എന്നുള്ള കോളമാണ് അലവൻസ് ആയി ആഡ് ചെയ്ത്. B4ൽ ഒരു നമ്പർ ഇല്ല, അവിടെ ബേസിക് സാലറി എന്നുള്ള ഒരു ടെക്സ്റ്റ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു എറർ മെസ്സേജ് വന്നിരിക്കുന്നത്. അടുത്ത ആളുടെ നാലാമത്തെ ആളുടെ നോക്ക്, B8ഉം B5ഉം ആണ്. അയാളുടെ ബേസിക് സാലറി 5500 ആണ്. അതിനുശേഷം അലവൻസ് ആഡ് ചെയ്യുന്നതിന് പകരം ഒന്നാമത്തെ ആളുടെ ബേസിക് സാലറിയാണ് അയാളുടെ അലവൻസ് ആയി ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ 9000 വരുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ എല്ലാവരുടെയും അലവൻസ് സെയിം ആയതുകൊണ്ട് അലവൻസ് എന്നുള്ള കോളം നമ്മളിവിടെ അബ്സല്യൂട്ട് ആക്കി മാറ്റണം. അതായത് അത് ലോക്ക് ചെയ്യണം. അതായത് ഫോർമുല താഴേക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് ആ സെൽ റെഫറൻസ് മാറാൻ പാടില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യണം നോക്കുക. ഈക്വൽ ടു 3500 എന്നുള്ള ബേസിക് സാലറി ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്ലസ് സിമ്പൽ കൊടുത്തു. അതിനുശേഷം അലവൻസ് B2 ആണ്. B2 ക്ലിക്ക് ചെയ്തതിനു ശേഷം എൻ്റർ അടിക്കുന്നതിന് മുമ്പായിട്ട് കീബോർഡിൽ F4 എന്നുള്ള ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക. F4 എന്നുള്ള ഫംഗ്ഷൻ കീ പ്രസ് ചെയ്തു. അപ്പൊ എന്താ സംഭവിച്ചു നോക്കുക. ഒരു ഡോളർ സിമ്പല് ബിന്റെ മുമ്പിലും മറ്റൊരു ഡോളർ സിമ്പല് 2ന്റെ മുമ്പിലും ആഡ് ചെയ്തു. അതായത് $B $2 എന്നായി മാറി. ഇങ്ങനെയുള്ള അഡ്രസ്സിനാണ് നമ്മൾ അബ്സല്യൂട്ട് അഡ്രസ് എന്ന് പറയുന്നത്. ഈ അബ്സല്യൂട്ട് അഡ്രസ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫോർമുല താഴേക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ B2 എന്നുള്ള സെൽ അഡ്രസ് അത് മാറില്ല, അത് എപ്പോഴും B2 തന്നെ ആയിരിക്കും. നോക്കാം, നമുക്ക് എൻ്റർ അടിച്ചു, 4000 എന്നുള്ള ആൻസർ കിട്ടി. ഫോർമുല നമ്മൾ താഴേക്ക് ഫില്ല് ചെയ്തു. ഇവിടെ എന്ത് സംഭവിക്കും നോക്കുക. രണ്ടാമത്തെ ആളുടെ ടോട്ടൽ സാലറി 3900 പ്ലസ് 500 ആഡ് ചെയ്ത് 4400 കിട്ടി. എല്ലാവരുടെയും കറക്റ്റ് ആണ്. ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫോർമുലക്ക് എന്താ സംഭവിച്ചെന്ന് നോക്കാം. ഒന്നാമത്തെ ആളുടെ ടോട്ടൽ സാലറിയിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ B5 പ്ലസ് $B $2 എന്നുള്ള ഫോർമുല കാണാം. രണ്ടാമത്തെ സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അവിടെ B6 പ്ലസ് $B $2. അതായത് B5 എന്നുള്ളത് B6 ആയി മാറിയിട്ടുണ്ട്. പക്ഷേ $B $2 എന്നുള്ളത് ഇപ്പോഴും $B $2 തന്നെയാണ്. അടുത്ത മൂന്നാമത്തെ ആളുടെ ഈക്വൽ ടു B7 പ്ലസ് $B $2. അതായത് B5 എന്നുള്ളത് B6 പിന്നെ B7 ഇങ്ങനെ മാറുന്നുണ്ട്, താഴേക്ക് വരും. പക്ഷെ B2 എന്നുള്ളത് $B $2 എന്നുള്ളത് അവിടെ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിലാണ് നമ്മൾ അബ്സല്യൂട്ട് അഡ്രസ്സ് യൂസ് ചെയ്യുക. അതായത് ഒരു സെല്ല് നമുക്ക് ഫോർമുല താഴേക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സെൽ റെഫറൻസ് കോൺസ്റ്റന്റ് ആയി വെക്കണമെങ്കിൽ, അതായത് അത് ലോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ, അതായത് ഫോർമുല താഴേക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ സെൽ റെഫറൻസ് മാറാൻ പാടില്ല. ഒരേ നമ്പറാണ് നമുക്ക് എല്ലാവർക്കും ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരേ നമ്പറാണ് നമുക്ക് എല്ലാവർക്കും എല്ലാ സെല്ലിലും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ആബ്സല്യൂട്ട് ആക്കണം. ഇതിനുവേണ്ടി ഉപയോഗിച്ച കീ F4 എന്നുള്ള ഫംഗ്ഷൻ കീയാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ സെൽ റെഫറൻസിന് F4 അടിച്ചിട്ട് അബ്സല്യൂട്ട് ആക്കുന്ന സമയത്ത് ഒരു തവണ മാത്രമേ F4 കീ പ്രസ് ചെയ്യാവൂ. ഒന്നിൽ കൂടുതൽ തവണ പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഈക്വൽ ടു ബേസിക് സാലറി പ്ലസ് അലവൻസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ കീബോർഡിൽ F4 ഉപയോഗിക്കുകയാണ്. F4 ഉപയോഗിച്ച് അബ്സല്യൂട്ട് അഡ്രസ് ആക്കി. B2 എന്നുള്ളതിന് $B $2 എന്നുള്ള അബ്സല്യൂട്ട് അഡ്രസ് ആക്കി മാറ്റി. ഒരു തവണ കൂടി F4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കും നോക്കാം. ഇപ്പോൾ B $2 എന്നായി മാറി. അതായത് $B $2 എന്നുള്ള സെൽ റെഫറൻസ് ബിന്റെ മുന്നിലുള്ള ഡോളർ സിമ്പിൾ ഒഴിവായി ഇപ്പോൾ $2 മാത്രമായി. ഇതിനർത്ഥം നമ്മൾ സെല്ല് ഫില്ല് ചെയ്യുന്ന സമയത്ത്, താഴേക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് B എന്നുള്ളത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. B എന്നുള്ളത് C D E F എന്നായിക്കൊണ്ടിരിക്കും. പക്ഷെ 2 എന്നുള്ളത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു തവണ കൂടി F4 അടിച്ചു കഴിഞ്ഞാൽ $B $2 എന്നായി മാറിയ അഡ്രസ്സ്. ഇതിനർത്ഥം B എന്നുള്ളത് കോൺസ്റ്റന്റും 2 എന്നുള്ളത് വേരിയബിളും ആയിരിക്കും. അതായത് $B നെക്സ്റ്റ് സെല്ലിൽ വരുന്ന സമയത്ത് $B3 $B4 അങ്ങനെ മാറും.
ഓക്കെ, വീണ്ടും F4 അടിക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി റിലേറ്റീവ് അഡ്രസ്സായി മാറും. ഒരു തവണ F4 അടിക്കുന്ന സമയത്ത് ഒരു ഡോളർ സിമ്പിൾ ഒഴിവാവും, മറ്റൊരു തവണ അടിക്കുന്ന സമയത്ത് ഡോളർ സിമ്പിൾ വീണ്ടും ഷിഫ്റ്റ് ചെയ്യും, മൂന്നാമത് അടിക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി റിലേറ്റീവ് അഡ്രസ്സായി മാറും. ഓക്കെ, അത് ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അടുത്ത ഷീറ്റിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് $A $2 എന്നുള്ള അബ്സല്യൂട്ട് അഡ്രസ് ആണെങ്കിൽ ദി കോളം ആൻഡ് ദി റോ ഡു നോട്ട് ചേഞ്ച് വെൻ കോപ്പീഡ്. അതായത് കോളമോ റോയും രണ്ടും ചേഞ്ച് ചെയ്യില്ല, അത് അതേപോലെ തന്നെ ഇരിക്കും. രണ്ടാമത്തെ രീതിയിലാണെങ്കിൽ A $2 എന്ന് പറയുമ്പോൾ ദി റോ ഡസ് നോട്ട് ചേഞ്ച് വെൻ കോപ്പീഡ്, പക്ഷെ കോളം ചേഞ്ച് ചെയ്യും, റോ ചേഞ്ച് ചെയ്യില്ല. മൂന്നാമത്തെ രീതി $A $2 എന്നുള്ളതാണ്. ദി കോളം ഡസ് നോട്ട് ചേഞ്ച് വെൻ കോപ്പീഡ്, പക്ഷെ റോ ചേഞ്ച് ചെയ്യും, കോളം ചേഞ്ച് ചെയ്യില്ല, റോ ചേഞ്ച് ചെയ്യും. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ 90% ഉപയോഗിക്കുന്ന അബ്സല്യൂട്ട് അഡ്രസ് ഒന്നാമത്തെ രീതിയിലാണ്. അതുകൊണ്ട് രണ്ടാമത്തെ മൂന്നാമതിലേക്ക് കൂടുതൽ ഡീപ്പായി പോയി ഇപ്പൊ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഇനി വളരെ പെട്ടെന്ന് മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇവിടെ നമുക്ക് ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഐറ്റം കോഡ്, ഐറ്റത്തിന്റെ പേര്, അതേപോലെ മൂന്നാമത്തെ കോളത്തിൽ ക്വാണ്ടിറ്റി, നാലാമത്തെ കോളത്തിൽ പ്രൈസ്, അഞ്ചാമത്തെ കോളത്തിൽ അതിന്റെ വാറ്റ്, അതായത് ടാക്സ് കണ്ടുപിടിക്കണം. വാറ്റ് നാട്ടിലാണെങ്കിൽ GST, ഇവിടെ UAE-യിലാണെങ്കിൽ വാറ്റ്, അതിന്റെ വാറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല ശ്രദ്ധിക്കുക. ഈക്വൽ ടു ബ്രാക്കറ്റ് കൊടുക്കുക. നമുക്ക് ക്വാണ്ടിറ്റിനെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ക്വാണ്ടിറ്റി സ്റ്റാർ പ്രൈസ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒരു സ്റ്റാർ, വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക വാറ്റ് പെർസെൻറ്റേജ്. പക്ഷേ ഈ വാറ്റ് പെർസെൻറ്റേജ് 5% എന്നുള്ളത് എല്ലാ ഐറ്റത്തിനും കോമൺ ആണ് ഇവിടെ. അതുകൊണ്ട് അതിന് നമ്മൾ ആബ്സല്യൂട്ട് ആക്കണം. F4 അടിച്ചിട്ട് അതിനെ ആബ്സല്യൂട്ട് ആക്കി. ഓക്കെ, അപ്പോൾ ഇതിൽ 3 സെൽ റെഫറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. C5ഉം D5ഉം റിലേറ്റീവ് ആണ്. കാരണം താഴേക്ക് ഫിൽ ചെയ്യുന്ന സമയത്ത് അത് മാറിക്കൊണ്ടിരിക്കും. എല്ലാ ഐറ്റത്തിന്റെയും ക്വാണ്ടിറ്റിയും എല്ലാ ഐറ്റത്തിന്റെ പ്രൈസും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് അത് രണ്ടും റിലേറ്റീവ് അഡ്രസ് ആണ്. പക്ഷേ മൂന്നാമത്തെ സെൽ റെഫറൻസ് വാറ്റ് എന്നുള്ളത് അത് അബ്സല്യൂട്ട് ആണ്. ബിക്കോസ് ഈ വാറ്റ് 5% എന്നുള്ളത് എല്ലാ ഐറ്റത്തിനും കോമൺ ആണ്. ഓക്കെ, എൻ്റർ അടിച്ചു. 15 എന്നുള്ളത് നമുക്ക് ഒന്നാമത്തെ ഐറ്റത്തിന്റെ വാറ്റ് കിട്ടി. താഴേക്ക് ഫിൽ ചെയ്യാം. ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് ഡെസിമൽ പോയിന്റ് വേണമെങ്കിൽ കൊടുക്കാം, 2 പോയിന്റ്. ഓക്കെ, ഇവിടെ ഇക്വേഷൻ എന്ത് സംഭവിച്ചു നോക്കാൻ വേണ്ടി ഒന്നാമത്തെ ഐറ്റത്തിന്റെ വാറ്റ് കോളത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ കാണാം C5, D5, $E $2 ഈ 3 സെൽ റെഫറൻസ് ആണ് നമ്മൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ C5ഉം D5ഉം റിലേറ്റീവ് ആണ്, താഴേക്ക് ഫിൽ ചെയ്യുമ്പോൾ മാറും. അതേപോലെ $E $2 എന്നുള്ളത് അബ്സല്യൂട്ട് ആണ്, താഴേക്ക് ഫിൽ ചെയ്യുമ്പോൾ മാറില്ല. രണ്ടാമത്തെ സെല്ലിൽ നോക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം C5, D5 എന്നുള്ളത് C6, D6 ആയി മാറിയിട്ടുണ്ട്. കാരണം അവ റിലേറ്റീവ് ആണ്. പക്ഷേ $E $2 എന്നുള്ളത് വാറ്റ് കോളം ഇപ്പോഴും $E $2 5%-നെ തന്നെ പോയിന്റ് ചെയ്യുന്നു. E2 എന്നുള്ള സെൽ റെഫറൻസിനെ പോയിന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് കോളം ചെക്ക് ചെയ്തോ, C7, D7 റിലേറ്റീവ് ആയതുകൊണ്ട് വീണ്ടും മാറി. പക്ഷേ E2 ഇപ്പോഴും E2 തന്നെയാണ്. അപ്പോൾ ഇതാണ് അബ്സല്യൂട്ട് അഡ്രസ്സും റിലേറ്റീവ് അഡ്രസ്സും തമ്മിലുള്ള വ്യത്യാസം. ഇവ രണ്ടും ഏത് അവസരത്തിലാണ് ഉപയോഗിക്കുക എന്നതും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. തീർച്ചയായും എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതും കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ്സ് ബോക്സിൽ എഴുതണം. മാത്രമല്ല എക്സൽ പഠിക്കുകയോ പഠിക്കാൻ ഉദ്ദേശിക്കുകയോ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ ഷെയർ ചെയ്ത് നിങ്ങൾ എന്നെ സഹായിക്കണം. മറ്റൊരു വിഷയമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ് ഈസ് മീ ഷെരീഫ് സൈനിങ് ഓഫ്.